ഹായ് ഹലോ വെൽക്കം ബാക്ക്. വീട്ടിൽ ബാക്കി വരുന്ന ചോറ് കൊണ്ടും അതുപോലെ തന്നെ അരിപ്പൊടിയും വെച്ച് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അരിമുറുക്കിൻ്റെ റെസിപ്പിയാണ് ഇത്. നല്ല ക്രിസ്പി ആയിട്ടും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു അരിമുറുക്ക് എങ്ങനെ തയ്യാറാക്കിയെടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാൻ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഈ ഒരു മുറുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് അരിപ്പൊടിയാണ്. ഏത് അരിപ്പൊടിയും എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു മിക്സി ജാറിലേക്ക് 1 കപ്പ് അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു അരിപ്പൊടി എടുത്ത ആ ഒരു കപ്പിൽ തന്നെ 1 കപ്പ് ചോറും കൂടി എടുക്കണം. അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇതിലേക്ക് എക്സ്ട്രാ വെള്ളം ഒന്നും ഒഴിച്ചെടുക്കേണ്ട. ആ ഒരു ചോറിൻ്റെ നനവുകൊണ്ട് തന്നെ ആ ഒരു അരിപ്പൊടിയൊക്കെ നമുക്ക് അരച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊരു ബൗളിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കാശ്മീരി മുളക് പൊടി, കുറച്ച് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു സ്പൈസിക്കും അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കളറിന് നല്ലൊരു കളറിനും വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ചെറിയ ജീരകം ഇതുപോലെ കൈകൊണ്ടൊന്ന് ഞെരടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒന്നങ്ങനെ ജസ്റ്റ് ചതച്ചിട്ട് അങ്ങനെയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചെറിയ ജീരകമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കായപ്പൊടി മസ്റ്റാണ്. അപ്പോൾ കായപ്പൊടി ഉണ്ടെങ്കിൽ എന്തായാലും അത് ചേർത്ത് കൊടുക്കാം. കുറച്ച് കായപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കരിഞ്ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു കരിഞ്ജീരകത്തിൻ്റെ പകരമായിട്ട് കറുത്ത എള്ളുണ്ടെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് കൈ കൊണ്ട് തന്നെ നല്ലോണം മിക്സാക്കി എടുക്കുക. ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാൻ കേട്ടോ. ആ ഒരു പൊടികളും അതുപോലെ തന്നെ ഉപ്പൊക്കെ ഈ ഒരു മാവിലേക്ക് നല്ലവണ്ണം പിടിക്കുന്ന രീതിയിൽ വേണം കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കാനായിട്ട് നോക്കുക. നല്ല സോഫ്റ്റായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. ഇത് കുറച്ച് ടൈറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി. അങ്ങനെ നമ്മുടെ മുറുക്കിൻ്റെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് മാവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇത് സേവനാഴിയിൽ വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് മുറുക്കിൻ്റെ ഷേപ്പിലാക്കി എടുക്കാം. ഇഷ്ടമുള്ള ഷേപ്പിലാക്കി എടുക്കുക കേട്ടോ. മുറുക്കിൻ്റെ ആ ഒരു ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തിരിച്ചിട്ട് റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് ഒരു മുറുക്കിൻ്റെ ആ ഒരു രീതി ആക്കി എടുക്കാം. ഇതുപോലെ തവിയിൽ ഒന്ന് മുറുക്കിൻ്റെ ഷേപ്പ് ഇങ്ങനെ ആക്കി കൊടുക്കുക. എന്നിട്ട് തിളച്ച എണ്ണയിലേക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. നല്ല ഷേപ്പായിട്ട് നമുക്ക് കിട്ടും. കയ്യിലൊട്ടി പിടിക്കുക അങ്ങനെ ഒന്നുമില്ല കേട്ടോ. നല്ല രീതിക്ക് തന്നെ നമുക്കൊരു മുറുക്ക് കിട്ടുന്നതായിരിക്കും. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിലിട്ട് വെക്കരുത്, പെട്ടെന്ന് കരിയും ചെയ്യും. പിന്നെ നമുക്കൊരു മുറുക്കിന് ഒരു കയ്പ്പ് ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് ക്രിസ്പി ആവുന്ന വരെ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലൊന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആ ഒരു മുറുക്കിൻ്റെ അതേ ടേസ്റ്റിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അരിമുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീട്ടിൽ ചോറൊക്കെ ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഈ ഒരു മുറുക്ക് കിട്ടിയിട്ടുണ്ട്. വീട്ടിലെ കുട്ടികൾക്കൊക്കെ സിമ്പിളായിട്ട് അതുപോലെ തന്നെ പെട്ടെന്ന് ചോദിച്ച് വരുന്ന ടൈമിലൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു സ്നാക്സും കൂടിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറക്കല്ലേ. അപ്പോൾ ഇതുപോലത്തെ ഈസി ആയിട്ടുള്ള റെസിപ്പീസിനൊക്കെ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഉള്ളുന്ന ഓപ്ഷനും കൊടുക്കാൻ മറക്കരുത് കേട്ടോ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.